എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരേ സമയം പല വികാരങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ടെൻഷനും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മളെ എല്ലാവരെയും തന്നെ ശാരീരികമായും മാനസികമായും ബാധിക്കാറുണ്ട്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലരും മനസ്സിനെ ശാന്തമാക്കാൻ പല വഴികളും തേടാറുണ്ട്. ഭയം, സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവുണ്ടാവുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പലരും നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് മാനസികമായും വൈകാരികമായും സമനിലയോടെയും അചഞ്ചലമായും ശാന്തതയോടുകൂടിയും ജീവിക്കാൻ ജ്യോതിശാസ്ത്രത്തിന് നിങ്ങളെ സഹായിക്കാനാവും എന്നത് അറിയാമോ? ശാന്തമായ മനസ്സ് ഏകാഗ്രത വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കാര്യക്ഷമതയോടെ നടത്താനും ആന്തരിക ശക്തി, ആത്മവിശ്വാസം, ക്ഷമാശീലം, സഹിഷ്ണുത, നയചാരുദ്യം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രാശിക്കും നിങ്ങളുടെ ജാതകത്തിനും നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ഗ്രഹങ്ങളുടെ പരിവർത്തനം നിങ്ങളുടെ സമാധാനത്തെ ബാധിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ജ്യോതിഷ പരിഹാരങ്ങൾ പരിഗണിക്കാവുന്നതാണ്. ജ്യോതിഷം മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ജ്യോതിഷം നമ്മൾക്ക് നമ്മളെ സ്വയം അറിയാനുള്ള ഒരു നല്ല മാർഗമാണെന്ന് പല ആചാര്യന്മാരും പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ചഞ്ചലമാകുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് അത് എങ്ങനെ ലഘൂകരിക്കാമെന്നും അതിലൂടെ മികച്ച കാഴ്ചപ്പാടുകളിലേക്ക് എത്താനും ജ്യോതിഷം നിങ്ങളെ സഹായിക്കും. ഇന്ന് നമുക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ചില ജ്യോതിഷ പരിഹാരങ്ങൾ നോക്കാം. മേടം രാശിയിലുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീവ്രമായ ശാരീരിക അധ്വാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരം ശാരീരിക അധ്വാനം നിങ്ങൾക്ക് നിരന്തരമായ നിയന്ത്രണത്തിന്റെ ആവശ്യകതയെ ഒഴിവാക്കി നിങ്ങളുടെ മത്സര സ്വഭാവം സഹകരണ ഊർജമാക്കി മാറ്റും. ഇനി നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ട്, ആ ഭയം കാരണം നിങ്ങൾ അസ്വസ്ഥരാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഒരു ചെറിയ മൺകുടത്തിൽ പാൽ നിറച്ച് ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക എന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്, ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് ആ സമയം ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള ചിലരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവും. മറ്റൊന്നുമല്ല, ചില ഘട്ടങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥ എന്ന് പറയാറില്ലേ, അതുതന്നെയാണിത്. ഇങ്ങനെയുള്ളവർ പതിവായി കുങ്കുമവും മഞ്ഞളും ചേർത്ത ചന്ദനക്കുറികൾ തൊടുന്നത് നിങ്ങളെ ശാന്തരായിരിക്കാൻ സഹായിക്കും. ചന്ദ്രന്റെ സ്ഥാനം മനസ്സിന്റെ അവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. രാഹുവും കേതുവും ശനിയും ചന്ദ്രന്റെ ഭാവത്തിലോ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഇരുവശത്തും ഗ്രഹങ്ങളില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചെയ്താൽ അത് മനസ്സിനെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ഈ സമയങ്ങളിൽ ഓം ചന്ദ്രായ നമഃ എന്ന് പതിവായി ജപിക്കുന്നത് മനസ്സ് ശാന്തമാകാൻ നല്ലതാണ്. ഇനി മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് ബുധനാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൈര് ദാനം ചെയ്യുന്നത് ശാന്തതയും സ്വസ്ഥതയും കൈവരുത്തും. പരമശിവനും ചന്ദ്രനും ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ ആരാധിക്കുകയും ശിവലിംഗത്തിന് ക്ഷീരധാര, ജലധാര ഇതൊക്കെ ചെയ്യുന്നതും തീർച്ചയായും നിങ്ങൾക്ക് ശാന്തതയും സ്ഥിരതയും നൽകും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സങ്കടം തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ധ്യാനിക്കുക എന്നുള്ളതാണ്. ശാന്തമായ മനസ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ എല്ലാ ഘട്ടത്തിലും നമുക്കത് സാധിച്ചു എന്ന് വരില്ല. അത് നമ്മുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.